നിങ്ങൾക്ക് സ്വന്തമായൊരു വീടുണ്ടോ? ഒരു വാഹനമുണ്ടോ? നിങ്ങളുടേതായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോണുണ്ടോ? ജീവിതത്തിൽ ദുനിയാവിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഉടനെ എൻ്റേതു മാത്രമാക്കണമെന്ന് വാശി പിടിക്കുന്നവരായിരിക്കും നിങ്ങളൊക്കെ. ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുന്നവർ. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടേതെന്ന് മാത്രം അവകാശപ്പെടുന്ന ഒരു വിശുദ്ധ ഖുർആനുണ്ടോ നിങ്ങളുടെ വീട്ടിൽ? അലമാരയിൽ പൊടി പിടിച്ച് കിടക്കുന്നതും നിങ്ങളുടെ ഉമ്മമാരും വല്യമ്മമാരൊക്കെ ഉപയോഗിക്കുന്ന വിശുദ്ധ ഖുർആനെ കുറിച്ചല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. സങ്കടങ്ങളുണ്ടാകുമ്പോഴും സന്തോഷമുണ്ടാകുമ്പോഴും ചേർത്ത് പിടിക്കാനും ഒന്ന് മുത്തം വെച്ച് ആശ്വാസം പകരാനും നിങ്ങൾക്കൊരു സ്വന്തമെന്ന് പറയാൻ നിങ്ങൾക്കൊരു ഖുർആനുണ്ടോ? ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന 90% ആളുകളുടെയും ഉത്തരം ഇല്ല എന്നത് മാത്രമായിരിക്കും. എന്തുകൊണ്ട്? ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുന്ന നമുക്ക് വിശുദ്ധ ഖുർആനായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടേതെന്ന് മാത്രം അവകാശപ്പെടാൻ ഒരു ഖുർആൻ ഇല്ലാത്തത്? ദുനിയാവിൽ നമ്മൾ നേടിയെടുത്തതെല്ലാം ഒരു പക്ഷേ പരലോകത്തിലേക്ക് നമ്മൾ ചെന്നെത്തുമ്പോൾ ഒന്നുമില്ലാത്ത പാഴ്വസ്തുക്കളായിരിക്കും. പക്ഷേ ഇരു ലോകത്തും നമുക്ക് കൂട്ടിനുള്ളത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ നമ്മുടേത്, എൻ്റേത്, സങ്കടങ്ങളുണ്ടാകുമ്പോഴും സന്തോഷങ്ങളുണ്ടാകുമ്പോഴും ചേർത്തു പിടിക്കാൻ ഒരു ഖുർആനില്ലെങ്കിൽ നമ്മളല്ലേ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഹതഭാഗ്യർ? അതെ, നമുക്കും വേണം എൻ്റെതെന്ന് പറയാനുള്ള ഒരു വിശുദ്ധ ഖുർആൻ.